വേറൊരു ചങ്ങാതി കളു പറയുന്നത് കേട്ടോളി, നമ്മളെ മുശാവറയെ സംബന്ധിച്ച് കളു പറയുന്നത് കേട്ടോളി. ഇപ്പൊ കാന്തപുരം ഗ്രൂപ്പ് മുശാവറ യോഗം ചേർന്ന് കഴിഞ്ഞാൽ, മുശാവറ യോഗം നന്ദി പറഞ്ഞ് പിരിഞ്ഞാൽ ചില മുശാവറ മെമ്പർമാർ നമുക്ക് വിളിച്ചിട്ട് യോഗവിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. ആ യോഗവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ മുശാവറയുടെ പ്രധാനപ്പെട്ട തീരുമാനം, അടുത്ത റബീഉൽ അവ്വൽ മാസത്തിൽ കാന്തപുരത്തിന്റെ കൈവശമുള്ള മുടി കാരന്തൂർ മർക്കസിൽ പ്രദർശിപ്പിക്കേണ്ടതില്ല എന്ന് ഈ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ സാന്നിധ്യത്തിൽ ചേർന്ന അവിടെ മുശാവറ യോഗം തീരുമാനിച്ചിരിക്കുന്നു. KK സാഹിബ് ചിരി വരുന്ന മുശാവറയിൽ ഉള്ള ആളായതുകൊണ്ടാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. يكون في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് പറഞ്ഞ ഏറ്റവും വലിയ ലക്ഷണം കദ്ദാബൂൻ. അവര് ധാരാളം കള്ളം പറയുന്നവരാണ്, അവർ കബളിപ്പിക്കുന്നവരാണ്. അതിവിടെ വ്യക്തമായി നമ്മൾ കാണുകയല്ലേ. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, അവർ അത് പ്രസംഗിക്കുമ്പോൾ തക്ബീർ ചൊല്ലിയ പാവപ്പെട്ട എസ്കക്കാരാ, ഞാൻ എന്റെ മനസ്സിന്റെ വേദനയോട് ചോദിക്കുന്നു, നിങ്ങൾ ഇതൊരു ആഖിറത്തിന് വേണ്ടിയുള്ള സംഘടനയാണെന്ന വിശ്വാസത്തിലാണ് SKSSF പ്രവർത്തിക്കുന്നതെങ്കിൽ, ഓ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇതിന് മറ്റൊന്നും ചെയ്യേണ്ടതില്ലല്ലോ. ഞങ്ങളുടെ സമസ്ത മുശാവറയുടെ മിനിറ്റ്സ് ഞങ്ങളുടെ ഓഫീസിലുണ്ട്. ഈ പ്രസംഗിച്ച നിങ്ങളെ നേതാക്കളെയും കൂട്ടി വന്നിട്ട് ഞങ്ങളുടെ മിനിറ്റ്സ് ഒന്ന് പരിശോധിക്കാൻ അതാ ചോദിക്കുന്നു. ഈ എസ്കക്കാര് പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ ജമിയത്തുൽ ഉലമ എന്ന പേരിൽ പറയപ്പെടുന്ന സംഘടനയിലുള്ള ഏതെങ്കിലും ഒരു പ്രായം ചെന്ന പണ്ഡിതനെയും കൂട്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ പ്രസിഡന്റിനെയും കൂട്ടിയിട്ട്, അല്ലെ നിങ്ങളെ വൈസ് പ്രസിഡന്റിനെയും കൂട്ടിയിട്ട്, അല്ലെങ്കിൽ നേരത്തെ മുഖ്യമന്ത്രിയെ മുടക്കാൻ പോയ സെക്രട്ടറിയെയും കൂട്ടിയിട്ട്, അല്ലെങ്കിൽ അതുപോലത്തെ മറ്റ് സെക്രട്ടറിയെ കൂട്ടിയിട്ട് ഞങ്ങളുടെ മിനിറ്റ്സ് ഒന്ന് പരിശോധിക്കാൻ നിങ്ങളിൽ ആൺകുട്ടികളുണ്ടോ? ഞങ്ങളെ തീരുമാനം മിനിറ്റ്സിൽ രേഖപ്പെടുത്തൂലേ? മിനിറ്റ്സ് എന്നത് ആഖിറത്തിൽ പോയിട്ട് നോക്കേണ്ട സംഗതിയല്ല. ഓഫീസിൽ പോയാൽ കാണാൻ പറ്റും, പക്ഷെ നിങ്ങൾ ഒറ്റക്ക് പോയാൽ കാണിക്കൂല. അതിനെന്നെ വിളിച്ചോ, അല്ലെങ്കിൽ KK ഉസ്താദിനെ വിളിച്ചോ, ഞങ്ങളെ നേതാക്കന്മാരെ വിളിക്കേണ്ട. ഞങ്ങളൊക്കെ മുശാവറയിലെ അംഗങ്ങളാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഞങ്ങളെ മിനിറ്റ്സ് ഒന്ന് പരിശോധിക്കാൻ? നിങ്ങളുടെ സമസ്ത മുശാവറയിലെ 40 ആളെയും കൂട്ടിയിട്ട് ഞങ്ങളുടെ ഈ മിനിറ്റ്സ് ഒന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. പച്ചക്കള്ളം സമുദായത്തിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് ഓരോ മഹല്ലത്തിലും ഫിത്നയും ഫസാദും ഉണ്ടാക്കുമ്പോ നിങ്ങളുടെ ഈ ഉള്ളുകള്ളി പറയാതെ നിവൃത്തിയില്ല, നിങ്ങളെ ഈ കള്ളം വെളിച്ചത്തിടാതെ നിവൃത്തിയില്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇവരെ വലിയ നേതാവ്, അയാൾ ഉസ്താദിനെ വിളിക്കുന്നത് സിന്ദീഖ്. അതൊന്ന് കേട്ടോളി. മുടി കൊണ്ടുവന്ന കാന്തപുരത്തെ സംബന്ധിച്ച് ചെമ്മാട്ട് നടന്ന വലിയൊരു പരിപാടിയിൽ സിന്ദീഖ് എന്ന് ഞാൻ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ആ വിശേഷണത്തിന് അടിവര ഇട്ടുകൊണ്ടായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുക എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സിന്ദീഖ് എന്ന് പറഞ്ഞാൽ കപടനായ ഭക്തൻ എന്നാണ് അതിന്റെ അർത്ഥം. കപടഭക്തൻ സിന്ദീഖ്. എന്നാൽ മൗലവി ആരാണ് കപടഭക്തൻ എന്ന് കുറ്റ്യാടിയിൽ വെച്ച് ഞാൻ തെളിയിച്ചിട്ടില്ലേ? ഇന്ന് വരെ നിങ്ങൾ അതിന് മറുപടി പറഞ്ഞോ? അന്ന് ഞാൻ പ്രസംഗിച്ച CD കേൾപ്പിക്കുന്നു, കേട്ടോളൂ. കായക്കൊടിക്കാരനൊരു മുസ്ലിയാർ ദുബായിലുണ്ട്. അദ്ദേഹത്തിനടുത്തൊരു കെട്ടുകൊണ്ടുപോയി കൊടുത്തിട്ട് പറയപ്പെട്ടത്, നിർദ്ദേശിക്കപ്പെട്ടത് 60% നിങ്ങൾ തിരിച്ചേൽപ്പിച്ചാൽ മതി, ബാക്കി നിങ്ങളുടെ ചെലവിനെടുക്കണം എന്നാണ്. അതിന്റെ സനദുണ്ട്. ഇൻഷാ അല്ലാഹ് ആവശ്യമാണെങ്കിൽ സനദ് പിന്നെ പറയും. ചൊല്ലിച്ചില്ലേ? പറയട്ടെ. പച്ചക്കള്ളമാ മുസ്ലിയാരെ പറഞ്ഞത്. കായക്കൊടിക്കാരൻ ഇബ്രാഹിം മുസ്ലിയാരെ കുറ്റ്യാടി പരിസരങ്ങളിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ദുബായിലാണ് അദ്ദേഹം. ഞങ്ങളെ സംഘടനയുടെ ആളല്ല. അതേ സമയത്ത് അദ്ദേഹം സുന്നത്ത് ജമാഅത്തുകാരനാണ്. സുന്നത്ത് ജമാഅത്തുള്ള ആലിമീങ്ങളെ ബഹുമാനിക്കുന്ന ആളാണ്.
ആ ഇബ്രാഹിം മുസ്ലിയാരെ പറ്റി നിങ്ങൾ പറഞ്ഞത് കളവാണ് മുസ്ലിയാരെ. ഇനി ഇബ്രാഹിം മുസ്ലിയാര് വരട്ടെ ദുബൈന്ന്. ആധികാരികമായി ചെമ്മാട് നടന്ന സമ്മേളനത്തിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാള് ഉസ്താദിന്റെ പേരിൽ ഈ ഒരു സംഭവം അവിടെ പറഞ്ഞു. അതായത് JP കമ്മീഷൻ വ്യവസ്ഥയിൽ തീരുമാനിക്കുന്നുണ്ട്. അതിൽപ്പെട്ടാണ് കായക്കൊടിയിലുള്ള ഒരു മുസ്ലിയാര് ദുബൈയിലുണ്ട്. അദ്ദേഹത്തെ കമ്മീഷൻ വ്യവസ്ഥയിൽ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു പിരിവ് കമ്മീഷൻ ഉണ്ടാക്കാതെ പണിയാണ് എന്നുള്ള രൂപത്തിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇത് മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ സത്യാവസ്ഥ ആളുകൾ അറിയണമല്ലോ. അപ്പൊ അതിനു വേണ്ടി അത് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അത് ഞാൻ കമ്മീഷന് വേണ്ടിയിട്ട് അള്ളാൻ തോഫീഖോടി ഇത്രയും കാലം സേവനം ചെയ്തിട്ട് പല പള്ളികൾക്കും നാട്ടിലും മറ്റു നാടുകളിലും പോയി വേങ്ങാട് ജോലി ചെയ്യുന്ന കാലത്ത് ബാംഗ്ലൂരിലും മൈസൂരും മാനന്തവാടി പല സ്ഥലങ്ങളിലും ഞങ്ങൾ കമ്മിറ്റി മുഖേന പോയിട്ട് ഇരാനിൽ പോയിട്ട് വിരോധിച്ചിട്ടുണ്ട്. ബോംബെ പോയി വിരോധിച്ചിട്ടുണ്ട്. അന്നൊന്നും ഒരു നയാ പൈസ അല്ലെന്നില്ല. അവർക്കൊക്കെ അറിയാതെ കമ്മീഷൻ വാങ്ങിയിട്ടില്ല. ഇതുവരെ ഒന്നും കമ്മീഷൻ വാങ്ങിയിട്ടില്ല. പള്ളിക്കോ ദീനിന് വേണ്ടി ഒരു വിഷയത്തിനും കമ്മീഷൻ വാങ്ങിയിട്ടില്ല. അൽഹംദുലില്ലാഹ് ഇത് തീരെ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് വാങ്ങൂല. ഉസ്താദിന് കമ്മീഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വാക്ക് പോലും അങ്ങനത്തെ കമ്മീഷന്റെ വിഷയം വന്നില്ല. എനിക്ക് സാധിക്കുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വാങ്ങി നോക്കാം. ആരും വന്ന് ചോദിച്ചാൽ കൊടുക്കാം. കൂപ്പൺ കൊടുക്കാം. അതിന്റെ പൈസ വാങ്ങിയെടുക്കാം. അതിന്റെ പൈസ വാങ്ങിയിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ വാക്കേ പറഞ്ഞിട്ടില്ല. പറയുന്നല്ലോ പച്ചക്കള്ളം പറഞ്ഞതാണ് ഈ കൂരിയാട്ടുകാരൻ നദ്വി. കായക്കൊടിപുരം മുസ്ലിം ഇപ്പൊ നാട്ടിലുണ്ട്. SKSSF-കാരെയും അവരെ ജമിയത്തുൽ ഉലമ മുഴുവനും ഞാൻ വിളിക്കുന്നു കായക്കൊടിയിലേക്ക്. ഇബ്രാഹിം മുസ്ലിയാരോട് പോയിട്ട് ചോദിക്കാൻ ധൈര്യമുണ്ട് നിങ്ങൾക്ക്? നിങ്ങൾ ഒരു വലിയ സമ്മേളനം, ഒരു സ്ഥാപനത്തിന്റെ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഈ നിങ്ങളെ മുശാവറയിലെ പ്രധാന അംഗെന്ന് പറയുന്ന ഈ വിഷയത്തിന് മുഴുവൻ തിരികൊളിച്ച് നടക്കുന്ന ഈ കൂരിയാട്ടുകാരൻ മൗലവി പറഞ്ഞ കളവാണ് ഞാൻ കേൾപ്പിച്ചത്. ആ കളവിനെ സംബന്ധിച്ച് സത്യാവസ്ഥ ഇബ്രാഹിം മുസ്ലിയാർ ഞങ്ങളുടെ സംഘടന ആളല്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ അനുകൂലിക്കുന്ന ആളാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കണ്ടാ തോന്നുക. ആ ഇബ്രാഹിം മുസ്ലിയാരാ പറയുന്നത് നിങ്ങൾ പറഞ്ഞ കളവാണ്. ഇപ്പൊ ആരാ കപടഭക്ത മുസ്ലിയാരെ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? തീർന്നില്ല. ഇയാളെ ഞാനൊരു വെല്ലുവിളിച്ചു. ആരെ? ഈ കൂരിയാട് മുസ്ലിയാരെ. ഇന്ന് വരെ മറുപടി പറഞ്ഞോ? നിങ്ങൾ പറയുന്ന SSF ഒന്നും ഇപ്പൊ മറുപടി പറയുന്നില്ല. ഞങ്ങൾ ആർക്കാ മറുപടി പറയേണ്ടത്? ചത്ത് കിടക്കുന്ന ശവത്തെ പോയി കുത്താൻ പറ്റുമോ? ഞങ്ങൾ ഇന്ന് വരെ ചോദിച്ച ഒരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സങ്കടമില്ലായിരുന്നു. ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ, നിങ്ങൾ കുറെ സ്ഥലത്ത് ബർക്കത്തുള്ള സാധനങ്ങളുണ്ട് ഇത് മറ്റു എണ്ണി. ഞാൻ ചോദിച്ചു അതിന്റെ സെനത് കാണിച്ചു തരുമോ? നിങ്ങൾ ചോദിച്ച അതേ ചോദ്യം നിങ്ങൾക്ക് ഇതുവരെ കാണിക്കാൻ കഴിഞ്ഞോ? അത് വെച്ചു കൊടുത്താൽ അന്ന് ഞാൻ ചോദിച്ച ചോദ്യം നോക്ക്, ആ വെല്ലുവിളി നോക്ക്. എന്നാ നിങ്ങൾ കുറച്ച് ആസാറ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പ്രസംഗത്തിൽ. അതൊന്ന് ആദ്യം വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി, നബി തങ്ങളുടെ വടി, നബി തങ്ങളുടെ മെതിയടി, നബി തങ്ങളുടെ തോൽപാത്രം, നബി തങ്ങളുടെ തലപ്പാവ്, നബി തങ്ങളുടെ ജുബ്ബ, നബി തങ്ങളെ രാജാക്കന്മാർക്ക് എഴുതിയ കത്തുകൾ, ഇങ്ങനെ നിരവധി ശേഷിപ്പുകൾ ലോകത്ത് സൂക്ഷിപ്പുണ്ട്. അതൊക്കെ തിരുവാണ്. മുസ്ലിമീങ്ങൾ അവയെ ബഹുമാനിക്കുന്നു. ഓർച്ചല്ലോ. അപ്പൊ തിരുസൂക്ഷിപ്പുണ്ട് എന്ന് ഓർച്ചല്ലോ. ഇനി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. നിങ്ങളാ പറഞ്ഞ വസ്തുക്കൾക്ക് വലത്തോട്ട് തുപ്പാത്ത ആളുകൾ മുഖേനയുള്ള സെനത് കൊണ്ടുവന്ന് തെളിയിക്കൂ മുസ്ലിയാരേ. ആ സെനത് കൊണ്ടുവരാത്ത കാലത്തോളം നിങ്ങൾ റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറഞ്ഞവരാണ് എന്നല്ലേ നിങ്ങളെ വാദം? അങ്ങനെയുള്ള സെനത് ഇല്ലെങ്കിൽ കള്ളം പറഞ്ഞു എന്നല്ലേ വാദം? റസൂലുള്ളാഹിന്റെ മെതിയടി അടക്കം പലതും സൂക്ഷിപ്പുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. മുടി സൂക്ഷിപ്പുണ്ടെന്ന് പറഞ്ഞു. അത് തിരുവാണെന്ന് പറഞ്ഞു. അതിന് വലത്തോട്ട് തുപ്പാത്ത ആളുകൾ യഥാ സൂക്ഷിച്ചവർ മുതൽക്ക് അള്ളാന്റെ റസൂല് വരെ തുടരെയുള്ള ഒരു സെനത് ഓ കൂരിയാട് മൗലവി കൊണ്ടുവന്ന് തെളിയിക്കാൻ കഴിയോ? നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു 1000 കുതിരശക്തിയോടെ. നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ SKSSF സ്ഥാപക പ്രസിഡന്റിനെയും വലത്തോട്ട് തുപ്പാത്ത ആളെയും അതുപോലെ നിങ്ങളുടെ കള്ളം
പറയുന്ന എല്ലാ കക്ഷികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ഈ പറഞ്ഞ സാധനത്തിന്റെ ഒരു സനത് നാളെ നിങ്ങൾക്ക് പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയോ? 5 പൈസ നിങ്ങൾ ചെലവഴിക്കണ്ട, അത് ഞാൻ സിറാജിൽ പ്രസിദ്ധീകരിപ്പിച്ച് തരാം. നിങ്ങൾ അതിന്റെ ഒരു സനത് ഇങ്ങ് കൊണ്ടെത്തന്നാ മതി. നിങ്ങളിപ്പോ ഇവിടെ പറഞ്ഞ കുറെ ആധാറുണ്ടല്ലോ, ആ ആധാറിന്റെ ബലത്തോട്ട് തുപ്പാത്ത ആളുകളുടെ നിങ്ങൾ പറഞ്ഞ പോലത്തെ ഒരു സനത്, നിങ്ങള് തുർക്കിയിലൊക്കെ പോന്ന ആളല്ലേ, തോപ്കാപ്പിയൊക്കെ അറിയുന്ന ആളല്ലേ, നിങ്ങൾ ലോക പണ്ഡിതനല്ലേ, കൊണ്ടുവന്ന് പ്രസിദ്ധീകരിക്കുക. പ്രസിദ്ധീകരിച്ചാ പറ ഞാനോ നോക്കും കേട്ടോ, എന്തെങ്കിലും അടിച്ചുകൊണ്ട് വരണ്ട. ഇനി നോക്കൂ, ഇത് കാദുർസാന്റെ കുട്ടികളാ, അത് നോക്കൂ. നമ്മള് നിങ്ങളത് തെളിയിച്ചു തന്നാൽ പേരോട് പിന്നെ സ്റ്റേജ് വെക്കാറൂല കേട്ടോ, കൊണ്ടുവാ. അപ്പൊ ഇയാള് പറഞ്ഞതിന് ആദ്യം സെനത് എന്ത് പറയാം? ഇന്ന് വരെ സെനത് വായിച്ചോ? മറുപടി പറഞ്ഞോ? എന്റെ ചോദ്യം ആവർത്തിക്കുകയാണ്. ഇന്ന് വരെ നിങ്ങൾ സെനത് വായിച്ചോ? പറഞ്ഞോ? നിങ്ങളല്ലേ പറഞ്ഞത് ലോകത്ത് പല സ്ഥലത്തുമുണ്ടെന്ന്? എന്നാ വായിക്കൂ. ഇനിയൊരു കളവ് കേൾക്കണോ? 7ാമത്തെ കളവ്. കളവ് ഇങ്ങനെ വരികയാണ്. മൗലവിമാരുടെ എസ്കെക്കാരുടെ 7ാമത്തെ കളവ്. ഇന്ന് കാന്തപുരം എന്ന ഗ്രൂപ്പ് എ ഗ്രൂപ്പും പി ഗ്രൂപ്പുമായി 2ആയി പിളർന്നിരിക്കുന്നു എന്നതാണ് നമ്മൾ കേൾക്കുന്നത്. സാക്ഷാൽ കളവ്. SK അല്ലേ? ഞങ്ങൾ 2 ഗ്രൂപ്പായി പിളർന്നു. നിങ്ങൾ ഓരോന്ന് കേൾക്കന്നെ. ഇവരുടെ പ്രായം ചെന്ന പണ്ഡിതന്മാര് ഈ ചെറുപ്പക്കാര് പച്ചക്കള്ളം പോയി പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നു. നമ്മളെ പ്രസംഗം ആ പണ്ഡിതന്മാര് കേൾക്കുന്നില്ല. അങ്ങനെ ഒരു പണ്ഡിതനാണ് ഈ അടുത്ത് മരിച്ചുപോയ കാളമ്പാടി മുസ്ലിയാര്. അള്ളാഹു അദ്ദേഹത്തിന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കട്ടെ. കാളമ്പാടി മുസ്ലിയാരെ ഇവര് പറഞ്ഞു പറ്റിച്ചേക്കണം. നിങ്ങൾക്ക് അയാൾ തന്നെ പറയട്ടെ. ഏതെങ്കിലും ആവട്ടെ, ഈ കാലം വരെ അങ്ങനെ ബഹുമാനപ്പെട്ട നബിയുടെ ദേഹത്തിലുള്ള ഒരു മുടി എവിടെയും പ്രത്യക്ഷപ്പെടാതെ ഇപ്പൊ കേരളത്തിന്റെ മുക്കുമൂലകളിൽ ഒരു മുടിക്കെട്ട് പുറപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ മുടിക്കെട്ട് നാം മൂപ്പരോട് പോയി പറഞ്ഞു കൊടുത്തത്. അള്ളാഹു തആല പുറത്തു കൊടുക്കട്ടെ. അയാൾ ഇവർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഒരു മുടിക്കെട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നാ പറഞ്ഞു കൊടുത്തത്. മുടിക്കെട്ടുണ്ടോ മർക്കസിൽ? ഇല്ല, അത് പച്ചക്കള്ളമാണ്. പക്ഷെ ആ പാവപ്പെട്ട പണ്ഡിതനെ നിങ്ങൾ പോയി തെറ്റിദ്ധരിപ്പിച്ചതാ. പക്ഷെ നിങ്ങൾ മുടിക്കെട്ടാണ് മർക്കസിൽ ഉള്ളത് എന്ന് പറഞ്ഞപ്പോ ഞാനാണ് ആദ്യമായി നിങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഇവിടെ ക്ലിപ്പ് വെച്ച് പ്രസംഗിച്ചത്. ഏത് വിഷയത്തിൽ? ഷാർ മുബാറക്ക് വിഷയത്തിൽ. അന്ന് തന്നെ ഞാനത് പിടികൂടിയിരുന്നു. അന്ന് ഞാൻ നിങ്ങളെ വെല്ലുവിളിച്ചിരുന്നു. ഇന്ന് വരെ നിങ്ങൾ മറുപടി അറിഞ്ഞിട്ടില്ല. അതൊന്ന് വെച്ചുകൊണ്ട് അന്ന് വെല്ലുവിളിച്ചതും ആ വെല്ലുവിളി ആവർത്തിച്ച് പിന്നെയും ഞാൻ വെല്ലുവിളിക്കുന്നതും ഒന്ന് വെച്ചു കൊടുക്ക്. അതിന്റെ പുറമെ ഒന്നുകൂടി പറഞ്ഞിരുന്നു ഇവരെ നേതാക്കന്മാര്. അതെന്താണ്? മർക്കസു സഖാഫത്ത് സുന്നിയ, അത് മഹാനായ കാന്തപുരം ഉസ്താദിന്റെയും, മഹാനാന്നുള്ള എന്റെ വകയാണ് കേട്ടോ, കാന്തപുരം ഉസ്താദിന്റെയും ഉസ്താദിന്റെ മരുമകൻ സി മുഹമ്മദ് ഫൈസി അടക്കമുള്ള കുടുംബങ്ങളുടെയും പേരിലുള്ള ഒരു കുടുംബ ട്രസ്റ്റിന്റെ പേരിലാണ് മർക്കസ് ഉള്ളതെന്ന് പാച്ചക്കള്ളം നിങ്ങൾ അപ്പുറത്തെ സെക്രട്ടറി പറഞ്ഞിരുന്നു. ഞാനത് പിടികൂടിയിട്ട് ഏത് ബുദ്ധിയുള്ള മനുഷ്യനും മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ അതിനെ ചോദ്യം ചെയ്ത് വെല്ലുവിളിച്ചിരുന്നു. ഇന്ന് വരെ നിങ്ങൾ കാമ എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ 2ാമത്തെ പ്രസംഗത്തിൽ അതൊന്നുകൂടി ആവർത്തിച്ച് വെല്ലുവിളിക്കുന്നത് ഒന്ന് കേൾപ്പിച്ചു കൊടുക്കുന്നത്. 2 കൂടി, മുടിക്കെട്ടും അതുപോലെ തന്നെ ട്രസ്റ്റും. ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രസംഗം നമ്മുടെ സൈറ്റിൽ വെച്ച് നടത്തിയപ്പോ ആദ്യമായി ഇട്ട ഒരു ക്ലിപ്പുണ്ട്. അതിന് ഞാൻ എന്തായിരുന്നു സമർത്ഥിച്ചിരുന്നത്? അപ്പൊ ഒരു കെട്ട് മുടിയുണ്ട്. ഇത് ജമിയത്തുൽ ഉലമ മുഴുവനും ഞാൻ വിളിക്കുന്നു കായക്കൊടിയിലേക്ക്. ഇബ്രാഹിം മുസ്ലിയാരോട് പോയിട്ട് ചോദിക്കാൻ ധൈര്യമുണ്ട് നിങ്ങൾക്ക്? നിങ്ങൾ ഒരു വലിയ സമ്മേളനം, ഒരു സ്ഥാപനത്തിന്റെ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ഈ നിങ്ങളെ മുസാവറയിലെ പ്രധാന അംഗെന്ന് പറയുന്ന ഈ വിഷയത്തിന് മുഴുവൻ തിരികൊളിച്ച് നടക്കുന്ന ഈ കൂരിയാട്ടുകാരൻ മൗലവി പറഞ്ഞ കളവാണ് ഞാൻ കേൾപ്പിച്ചത്. ആ കളവിനെ സംബന്ധിച്ച് സത്യാവസ്ഥ, ഇബ്രാഹിം മുസ്ലിയാർ ഞങ്ങളുടെ സംഘടനയുടെ ആളല്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ അനുകൂലിക്കുന്ന ആളാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കണ്ടാ തോന്നുക. ആ ഇബ്രാഹിം മുസ്ലിയാരാ പറയുന്നത് നിങ്ങൾ പറഞ്ഞ കളവാണ്. ഇപ്പൊ ആരാ കപടഭക്ത മുസ്ലിയാരെ? ഇനി നിങ്ങൾക്ക് കേൾക്കണോ? തീർന്നില്ല. ഇയാളെ ഞാനൊരു വെല്ലുവിളിച്ചു. ആരെ? ഈ കൂരിയാട് മുസ്ലിയാരെ. ഇന്ന് വരെ മറുപടി പറഞ്ഞോ? നിങ്ങൾ പറയുന്ന SSF ഒന്നും ഇപ്പൊ മറുപടി പറയുന്നില്ല. ഞങ്ങൾ ആർക്കാ മറുപടി പറയേണ്ടത്? ചത്ത് കിടക്കുന്ന ശവത്തെ പോയി കുത്താൻ പറ്റുമോ? ഞങ്ങൾ ഇന്ന് വരെ ചോദിച്ച ഒരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സങ്കടമില്ലായിരുന്നു.
ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ, നിങ്ങൾ കുറെ സ്ഥലത്ത് ബറക്കത്തുള്ള സാധനങ്ങളുണ്ട് ഇത് മറ്റു എണ്ണി. ഞാൻ ചോദിച്ചു അതിന്റെ സെനത് കാണിച്ചു തരുമോ? നിങ്ങൾ ചോദിച്ചു അതേ ചോദ്യം. നിങ്ങൾക്ക് ഇതുവരെ കാണിക്കാൻ കഴിഞ്ഞോ? അതൊന്ന് വെച്ചു കൊടുത്താൽ അന്ന് ഞാൻ ചോദിച്ചു ചോദ്യം നോക്ക്, ആ വെല്ലുവിളി നോക്ക്. എന്നാ നിങ്ങൾ കുറച്ച് ആസാറ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പ്രസംഗത്തിൽ, അതൊന്ന് ആദ്യം വരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി, നബി തങ്ങളുടെ വടി, നബി തങ്ങളുടെ മെതിയടി, നബി തങ്ങളുടെ തോൽപാത്രം, നബി തങ്ങളുടെ തലപ്പാവ്, നബി തങ്ങളുടെ ജുബ്ബ, നബി തങ്ങൾ രാജാക്കന്മാർക്ക് എഴുതിയ കത്തുകൾ, ഇങ്ങനെ നിരവധി ശേഷിപ്പുകൾ ലോകത്ത് സൂക്ഷിപ്പുണ്ട്. അതൊക്കെ തിരുവാണ്. മുസ്ലിമീങ്ങൾ അവയെ ബഹുമാനിക്കുന്നു. ഓർച്ചല്ലോ, അപ്പൊ തിരു സൂക്ഷിപ്പുണ്ട് എന്ന് ഓർച്ചല്ലോ. ഇനി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, നിങ്ങളാ പറഞ്ഞ വസ്തുക്കൾക്ക് വലത്തോട്ട് തുപ്പാത്ത ആളുകൾ മുഖേനയുള്ള സെനത് കൊണ്ടുവന്ന് തെളിയിക്കൂ മുസ്ലിയാരേ. ആ സെനത് കൊണ്ടുവരാത്ത കാലത്തോളം നിങ്ങൾ റസൂലുള്ളാഹിന്റെ പേരിൽ കള്ളം പറഞ്ഞവരാണ് എന്നല്ലേ നിങ്ങളെ വാദം? അങ്ങനെയുള്ള സെനത് ഇല്ലെങ്കിൽ കള്ളം പറഞ്ഞു എന്നല്ലേ വാദം? പച്ചക്കള്ളമാ മുസ്ലിയാരെ പറഞ്ഞത്. കായക്കൊടിക്കാരൻ ഇബ്രാഹിം മുസ്ലിയാരെ കുറ്റ്യാടി പരിസരങ്ങളിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ദുബായിലാണ് അദ്ദേഹം, ഞങ്ങളെ സംഘടനയുടെ ആളല്ല. അതേ സമയത്ത് അദ്ദേഹം സുന്നത്ത് ജമാഅത്തുകാരനാണ്. സുന്നത്ത് ജമാഅത്തുള്ള ആലിമീങ്ങളെ ബഹുമാനിക്കുന്ന ആളാണ്. ആ ഇബ്രാഹിം മുസ്ലിയാരെ പറ്റി നിങ്ങൾ പറഞ്ഞത് കളവാണ് മുസ്ലിയാരെ. ഇനി ഇബ്രാഹിം മുസ്ലിയാര് വരട്ടെ ദുബൈന്ന്. ആധികാരികമായി ചെമ്മാട് എന്ന സമ്മേളനത്തിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാള് ഉസ്താദിന്റെ പേരിൽ ഈ ഒരു സംഭവം അവിടെ പറഞ്ഞു. അതായത് JP കമ്മീഷൻ വ്യവസ്ഥയിൽ തീരുമാനിക്കുന്നുണ്ട്. അതിൽപ്പെട്ടാണ് കായക്കൊടിയിലുള്ള ഒരു മുസ്ലിയാർ ദുബൈയിലുണ്ട്. അദ്ദേഹത്തെ കമ്മീഷൻ വ്യവസ്ഥയിൽ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു പിരിവ് കമ്മീഷൻ ഉണ്ടാക്കാനുള്ള പണിയാണെന്നുള്ള രൂപത്തിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇത് മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ സത്യാവസ്ഥ ആളുകൾ അറിയണമല്ലോ. അപ്പൊ അതിനു വേണ്ടി അത് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അതുകൊണ്ട് അത് ഞാൻ കമ്മീഷന് വേണ്ടിയിട്ട് അള്ളാഹു തൗഫീഖോടുകൂടി ഇത്രയും കാലം സേവനം ചെയ്തിട്ട് പല പള്ളികൾക്കും നാട്ടിലും മറ്റു നാടുകളിലും പോയി ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന കാലത്ത് ബാംഗ്ലൂരിലും മൈസൂരും മാനന്തവാടി പല സ്ഥലങ്ങളിലും ഞങ്ങൾ കമ്മിറ്റി മുഖേന പോയിട്ട് തിരാനൂർ പോയിട്ട് തിരാനൂർ ലേഖകളിൽ പോയിട്ട് വിരോധിച്ചിട്ടുണ്ട്. ബോംബെ പോയിട്ട് വിരോധിച്ചിട്ടുണ്ട്. അന്നൊന്നും ഒരു നയാ പൈസ അല്ലെന്നില്ല, അവർക്കൊക്കെ അറിയാതെ കമ്മീഷൻ വാങ്ങിയിട്ടില്ല. ഇതുവരെ ഒന്നും കമ്മീഷൻ വാങ്ങിയിട്ടില്ല. പള്ളിക്കോ ദീനിന് വേണ്ടി ഒരു വിഷയത്തിനും കമ്മീഷൻ വാങ്ങിയിട്ടില്ല. അൽഹംദുലില്ലാ. ഇത് തീരെ വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടില്ല, അത് വാങ്ങൂല. ഉസ്താദിന് കമ്മീഷൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു വാക്ക് പോലും അങ്ങനത്തെ കമ്മീഷന്റെ വിഷയം വന്നില്ല. എനിക്ക് സാധിക്കുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു വാങ്ങി നോക്കാം. ആരും വന്ന് ചോദിച്ചാൽ കൊടുക്കാം, കൂപ്പൺ കൊടുക്കാം. അതിന്റെ പൈസ വാങ്ങിയെടുക്കാം. അതിന്റെ പൈസ വാങ്ങിയിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ വാക്കേ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ട് പറയുന്നല്ലോ. പച്ചക്കള്ളം പറഞ്ഞതാണ് ഈ കൂരിയാട്ടുകാരൻ നദ്വി. കായക്കൊടിപുരം മുസ്ലിം ഇപ്പൊ നാട്ടിലുണ്ട്. SKSSF-കാരെയും അവരെ അല്ലേ നിങ്ങളെ വൈസ് പ്രസിഡന്റിനെയും കൂട്ടിയിട്ട്, അല്ലെങ്കിൽ നേരത്തെ മുഖ്യമന്ത്രിയെ മുടക്കാൻ പോയ സെക്രട്ടറിയെയും കൂട്ടിയിട്ട്, അല്ലെങ്കിൽ അതുപോലത്തെ മറ്റ് സെക്രട്ടറിയെ കൂട്ടിയിട്ട് ഞങ്ങളുടെ മിനിറ്റ്സ് ഒന്ന് പരിശോധിക്കാൻ നിങ്ങളിൽ ആൺകുട്ടികളുണ്ടോ? ഞങ്ങളെ തീരുമാനം മിനിറ്റ്സിൽ രേഖപ്പെടുത്തൂലേ? മിനിറ്റ്സ് എന്നത് ആഖിറത്തിൽ പോയിട്ട് നോക്കേണ്ട സംഗതിയല്ല. ഓഫീസിൽ പോയാൽ കാണാൻ പറ്റും, പക്ഷെ നിങ്ങൾ ഒറ്റക്ക് പോയാൽ കാണിക്കൂല. അതിനെന്നെ വിളിച്ചോ, അല്ലെങ്കിൽ KK ഉസ്താദിനെ വിളിച്ചോ. ഞങ്ങളെ നേതാക്കന്മാരെ വിളിക്കേണ്ട, ഞങ്ങളൊക്കെ മുശാവറയിലെ അംഗങ്ങളാണ്. നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഞങ്ങളെ മിനിറ്റ്സ് ഒന്ന് പരിശോധിക്കാൻ? നിങ്ങളുടെ സമസ്ത മുശാവറയിലെ 40 ആളെയും കൂട്ടിയിട്ട് ഞങ്ങളുടെ ഈ മിനിറ്റ്സ് ഒന്ന് പരിശോധിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു. പച്ചക്കള്ളം സമുദായത്തിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് ഓരോ മഹല്ലത്തിലും ഫിത്നയും ഫസാദും ഉണ്ടാക്കുമ്പോ നിങ്ങളുടെ ഈ ഉള്ളുകള്ളി പറയാതെ നിവൃത്തിയില്ല, നിങ്ങളെ ഈ കള്ളം വെളിച്ചത്തിടാതെ നിവൃത്തിയില്ല. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? ഇവരെ വലിയ നേതാവ്, അയാൾ ഉസ്താദിനെ വിളിക്കുന്നത് സിന്ദീഖ്ന. അതൊന്ന് കേട്ടോളി. മുടി കൊണ്ടുവന്ന കാന്തപുരത്തെ സംബന്ധിച്ച് ചെമ്മാട്ട് നടന്ന വലിയൊരു പരിപാടിയിൽ സിന്ദീഖ് എന്ന് ഞാൻ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ആ വിശേഷണത്തിന് അടിവര ഇട്ടുകൊണ്ടായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിന്ന് പിരിഞ്ഞു പോവുക എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സിന്ദീഖ് എന്ന് പറഞ്ഞാൽ കപടനായ ഭക്തൻ എന്നാണ് അതിന്റെ അർത്ഥം.
കപടഭക്തൻ, സിന്ദീഖ്. എന്നാൽ മൗലവി ആരാണ് കപടഭക്തൻ എന്ന് കുറ്റ്യാടിയിൽ വെച്ച് ഞാൻ തെളിയിച്ചിട്ടില്ലേ? ഇന്ന് വരെ നിങ്ങൾ അതിന് മറുപടി പറഞ്ഞോ? അന്ന് ഞാൻ പ്രസംഗിച്ച CD കേൾപ്പിക്കുന്നു, കേട്ടോളൂ. കായക്കൊടിക്കാരനൊരു മുസ്ലിയാർ ദുബായിലുണ്ട്. അദ്ദേഹത്തിനടുത്തൊരു കെട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് പറയപ്പെട്ടത്, നിർദ്ദേശിക്കപ്പെട്ടത് 60% നിങ്ങൾ തിരിച്ചേൽപ്പിച്ചാൽ മതി, ബാക്കി നിങ്ങളുടെ ചെലവിനെടുക്കണം എന്നാണ്. അതിന്റെ സനതുണ്ട്. ഇൻഷാ അള്ളാഹ് ആവശ്യമാണെങ്കിൽ സനത് പിന്നെ പറയും. തക്ബീർ ചൊല്ലിച്ചില്ലേ? പറയട്ടെ. വേറൊരു ചങ്ങാതി കളു പറയുന്നത് കേട്ടോളി. നമ്മളെ മുശാവറയെ സംബന്ധിച്ച് കളു പറയുന്നത് കേട്ടോളി. ഇപ്പൊ കാന്തപുരം ഗ്രൂപ്പ് മുഷാവറ യോഗം ചേർന്ന് കഴിഞ്ഞാൽ, മുഷാവറ യോഗം നന്ദി പറഞ്ഞ് പിരിഞ്ഞാൽ ചില മുഷാവറ മെമ്പർമാർ നമുക്ക് വിളിച്ചിട്ട് യോഗവിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാറുണ്ട്. ആ യോഗവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ മുഷാവറയുടെ പ്രധാനപ്പെട്ട തീരുമാനം, അടുത്ത റബീഉൽ അവ്വൽ മാസത്തിൽ കാന്തപുരത്തിന്റെ കൈവശമുള്ള മുടി കാരന്തൂർ മർക്കസിൽ പ്രദർശിപ്പിക്കേണ്ടതില്ല എന്ന് ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ സാന്നിധ്യത്തിൽ ചേർന്ന അവരുടെ മുഷാവറ യോഗം തീരുമാനിച്ചിരിക്കുന്നു. കേക്കസാരി ചിരി വരുന്ന മുഷാവറയിൽ ഉള്ള ആളായതുകൊണ്ടാ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. يكون في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم. أشرف الخلق صلى الله عليه وسلم തങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾക്ക് പറഞ്ഞ ഏറ്റവും വലിയ ലക്ഷണം കദ്ദാബൂൻ. അവർ ധാരാളം കള്ളം പറയുന്നവരാണ്, അവർ കബളിപ്പിക്കുന്നവരാണ്. അതിവിടെ വ്യക്തമായി നമ്മൾ കാണുകയല്ലേ? ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, അവർ അത് പ്രസംഗിക്കുമ്പോൾ തക്ബീർ ചൊല്ലിയ പാവപ്പെട്ട എസ്കക്കാരാ, ഞാൻ എന്റെ മനസ്സിന്റെ വേദനയോട് ചോദിക്കുന്നു, നിങ്ങൾ ഇതൊരു ആഖിറത്തിന് വേണ്ടിയുള്ള സംഘടനയാണെന്ന വിശ്വാസത്തിലാണ് SKSSF-ൽ പ്രവർത്തിക്കുന്നതെങ്കിൽ, ഓ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇതിന് മറ്റൊന്നും ചെയ്യേണ്ടതില്ലല്ലോ. ഞങ്ങളുടെ സമസ്ത മുശാവറയുടെ മിനിറ്റ്സ് ഞങ്ങളുടെ ഓഫീസിലുണ്ട്. ഈ പ്രസംഗിച്ച നിങ്ങളെ നേതാക്കളെയും കൂട്ടി വന്നിട്ട് ഞങ്ങളുടെ മിനിറ്റ്സ് ഒന്ന് പരിശോധിക്കാൻ അതാ ചോദിക്കുന്നു. ഈ SKക്കാര് പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ പറയപ്പെടുന്ന സംഘടനയിലുള്ള ഏതെങ്കിലും ഒരു പ്രായം ചെന്ന പണ്ഡിതനെയും കൂട്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ പ്രസിഡന്റിനെയും കൂട്ടിയിട്ട് റസൂലുള്ളാഹിന്റെ മെതിയടി അടക്കം പലതും സൂക്ഷിപ്പുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു, മുടി സൂക്ഷിപ്പുണ്ടെന്ന് പറഞ്ഞു, അത് തിരുവാണെന്ന് പറഞ്ഞു. അതിന് വലത്തോട്ട് തുപ്പാത്ത ആളുകൾ, യഥാ സൂക്ഷിച്ചവര് മുതൽക്ക് അള്ളാന്റെ റസൂല് വരെ തുടരെയുള്ള ഒരു സനദ്, ഓ കൂരിയാട് മൗലവി, കൊണ്ടുവന്ന് തെളിയിക്കാൻ കഴിയോ? നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു 1000 കുതിരശക്തിയോടെ. നിങ്ങളെ മാത്രമല്ല, നിങ്ങളെ SKSSF-ന്റെ സ്ഥാപക പ്രസിഡന്റിനെയും വലത്തോട്ട് തുപ്പാത്ത ആളെയും അതുപോലെ നിങ്ങളുടെ കള്ളം പറയുന്ന എല്ലാ കക്ഷികളെയും ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ഈ പറഞ്ഞ സാധനത്തിന്റെ ഒരു സനദ് നാളെ നിങ്ങൾക്ക് പത്രത്തിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയോ? 5 പൈസ നിങ്ങൾ ചെലവഴിക്കണ്ട, അത് ഞാൻ സിറാജിൽ പ്രസിദ്ധീകരിപ്പിച്ച് തരാം. നിങ്ങൾ അതിന്റെ ഒരു സനദ് ഇങ്ങ് കൊണ്ടെത്തന്നാ മതി. നിങ്ങളിപ്പോ ഇവിടെ പറഞ്ഞ കുറെ ആധാറുണ്ടല്ലോ, ആ ആധാറിന്റെ വലത്തോട്ട് തുപ്പാത്ത ആളുകളുടെ നിങ്ങൾ പറഞ്ഞ പോലത്തെ ഒരു സനദ്, നിങ്ങള് തുർക്കിയിലൊക്കെ പോകുന്ന ആളല്ലേ, തോപ്പ് കാപ്പിയൊക്കെ അറിയുന്ന ആളല്ലേ, നിങ്ങൾ ലോക പണ്ഡിതനല്ലേ, കൊണ്ടുവന്ന് പ്രസിദ്ധീകരിക്കാം. പ്രസിദ്ധീകരിച്ചാ പറ ഞാനൊന്ന് നോക്കും കേട്ടോ, എന്തെങ്കിലും അടിച്ചു വിട്ടിരണ്ട. ഇനി നോക്കൂ, ഇത് കാതുറസായിട്ട് കുട്ടികളാ, അത് നോക്കൂ. നമ്മള് നിങ്ങളത് തെളിയിച്ചു തന്നാൽ പേരോട് പിന്നെ സ്റ്റേജ് വെക്കാറൂല കേട്ടോ, കൊണ്ടുവാ. അപ്പൊ ഇയാള് പറഞ്ഞതിന് ആദ്യം സെനദ് എന്ത് പറയാം? ഇന്ന് വരെ സെനദ് വായിച്ചോ? മറുപടി പറഞ്ഞോ? എന്റെ ചോദ്യം ആവർത്തിക്കുകയാണ്. ഇന്ന് വരെ നിങ്ങൾ സെനദ് വായിച്ചോ? പറഞ്ഞോ? നിങ്ങളല്ലേ പറഞ്ഞത് ലോകത്ത് പല സ്ഥലത്തുമുണ്ടെന്ന്? എന്നാ വായിക്കൂ. ഇനിയൊരു കളവ് കേൾക്കണോ? 7ാമത്തെ കളവ്. കളവ് ഇങ്ങനെ വരികയാണ്. മൗലവിമാരുടെ SKക്കാരുടെ 7ാമത്തെ കളവ്. ഇന്ന് കാന്തപുരം എന്ന ഗ്രൂപ്പ് A ഗ്രൂപ്പും P ഗ്രൂപ്പുമായി രണ്ടായി പിളർന്നിരിക്കുന്നു എന്നതാണ് നമ്മൾ കേൾക്കുന്നത്. സാക്ഷാൽ കളവ് SK അല്ലേ?
ഞങ്ങൾ 2 ഗ്രൂപ്പായി പെടുന്നു. നിങ്ങളോടൊന്ന് കേൾക്കന്നെ. ഇവരുടെ പ്രായം ചെന്ന പണ്ഡിതന്മാര് ഈ ചെറുപ്പക്കാര് പച്ചക്കള്ളം പോയി പറഞ്ഞ് തെറ്റി